ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇത് കലിയുഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം 4 യുഗങ്ങളാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും ദുരിതമുള്ള കാലം അത് കലിയുഗമാണ് എന്നുള്ളത്. കലിയുഗത്തിൽ ധാരാളം തട്ടിപ്പുകളും വെട്ടിപ്പുകളുമൊക്കെ അത് സർവ്വസാധാരണമാണ്. മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ, ആരെ വിശ്വസിക്കണമെന്ന് അറിയാൻ സാധിക്കാത്ത അവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ധാരാളം ദുരിതങ്ങളും നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, കലിയുഗത്തില് നിങ്ങൾ യാഗം ചെയ്യണ്ട, ഹോമം ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, മറ്റുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മങ്ങളും നിങ്ങൾ ചെയ്യിപ്പിക്കേണ്ട. നിങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ദൈവാധീനം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. അത് നാമജപം ആണ് എന്നുള്ളത്. അത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. പലപ്പോഴും പലരും പല മന്ത്രങ്ങൾ നമ്മളോട് ജപിക്കാനായിട്ട് പറയും. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം മന്ത്രങ്ങൾ ജപിക്കാനായിട്ട് പറയും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാം. ജപിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം, അതും ശ്രേഷ്ഠനായ ഒരു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം അതിൻ്റെതായ ആചാരവിധികളോട് കൂടി മാത്രമേ മന്ത്രങ്ങൾ ജപിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് വിപരീത ഫലം ഉണ്ടാക്കും. പിന്നെ മറ്റൊരു കാര്യം, ഓരോ മന്ത്രങ്ങളും ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്നതാണ്. മന്ത്രങ്ങൾക്ക് പൊതുവെ ഫലസിദ്ധി, ഇപ്പൊ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ഇന്ന മന്ത്രം ജപിക്കുക, ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി, ജോലി ലഭിക്കാൻ വേണ്ടി ഇന്ന മന്ത്രം ജപിക്കുക എന്നൊക്കെ നമ്മളോട് ഓരോരുത്തരും പറയും. പക്ഷേ നമ്മുടെ നക്ഷത്രം, നമ്മുടെ സമയം, നമ്മുടെ ശരീരഘടന, ഇവയ്ക്കെല്ലാം അനുസരിച്ചിട്ടാണ് ഓരോ മന്ത്രങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചേരുന്ന മന്ത്രമായിരിക്കില്ല നിങ്ങൾക്ക് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗുരുവിന്റെ ഉപദേശപ്രകാരം മാത്രമേ മന്ത്രങ്ങൾ ജപിക്കുവാൻ പാടുള്ളൂ. എന്നാൽ നാമജപങ്ങൾക്ക് അങ്ങനെ ഒരു വ്യത്യാസമില്ല. ആർക്കും ഏത് സമയത്തും നമുക്ക് ജപിക്കാവുന്ന നാമങ്ങളുണ്ട്. പ്രത്യേകിച്ച് നാരായണ നാരായണ എന്ന് ഏതു സമയത്തും നമുക്ക് ജപിക്കാം. ഏത് ആപത്തിൽ ഇരുന്നു കൊണ്ടും ജപിക്കാം, കുളിക്കാതെ ജപിക്കാം, ആർത്തവ സമയത്ത് ജപിക്കാം, പുലയും ബാലായ്മയും ഉള്ള സമയത്തും നാരായണ നാരായണ എന്ന് നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാം. കാരണം അത് ഏത് സമയത്തും നമുക്കൊരു ആശ്രയം, ഒരു സംരക്ഷണം തരുന്ന ഒരു നാമമാണ്. ആ നാമം നമുക്ക് രക്ഷ നൽകും. അത് ഏത് സമയത്തും ജപിക്കാം. പാഞ്ചാലി നാരായണ എന്ന് വിളിച്ചത് അശുദ്ധിയായിരുന്ന സമയത്താണ്. ആർത്തവത്തിൽ ഇരുന്ന രജസ്വലയായിരുന്ന പാഞ്ചാലിയാണ് നാരായണ കൃഷ്ണ എന്ന് ഉറക്ക വിളിച്ചത്. അപ്പോ ആ സമയത്ത് അവിടേക്ക് ഭഗവാൻ ഓടിയെത്തി പാഞ്ചാലിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏത് സമയത്തും നമുക്ക് നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കാം. അതൊരു സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ എല്ലാവരും ജപിക്കുന്ന ഒരു നാമമാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമത്തിലും ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചിട്ട് വേണം ജപിക്കേണ്ടത്. പലർക്കും ഒരു അരമണിക്കൂർ എടുക്കും ലളിതാ സഹസ്രനാമം ശരിയായ രീതിയിൽ ഇരുന്ന് ജപിക്കാനായിട്ട്. പലർക്കും പക്ഷേ ഈ ലളിതാ സഹസ്രനാമം നിത്യേന ജപിക്കാനായിട്ട് സാധിക്കാറില്ല. കാരണം ഒന്നാമത് അവർക്ക് സമയക്കുറവ് കാണും. അതല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഇരുന്ന് ജപിക്കുവാനുള്ള ബുദ്ധിമുട്ട് കാണും, മടി കാണും, അലസത കാണും. നാമം ജപിക്കാൻ നമുക്ക് എപ്പോഴും മടിയാണല്ലേ. നാമം ജപിക്കാൻ ഇരുന്ന് കഴിയുമ്പം കൈ കഴയ്ക്കും, കാല് കഴയ്ക്കും, ഉറക്കം വരും, കോട്ടുവായിടും, സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എത്ര ഒരു ജപിച്ചു കഴിഞ്ഞു എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആകെ ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും പലർക്കും നാമം ജപിക്കുന്ന സമയത്ത്. പലരും പറഞ്ഞിട്ടുണ്ട്, നാമം ജപിക്കാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. എന്നാൽ അവരോട് തന്നെ നമ്മൾ ചോദിക്കും, നിങ്ങൾ സീരിയൽ കാണാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരാറുണ്ടോ? ഇല്ല.
സിനിമ കാണാനിരിക്കുമ്പോൾ ഉറക്കം വരാറുണ്ടോ? ഇല്ല. അടുത്ത വീട്ടിൽ നിന്നും ആരെങ്കിലും നിങ്ങളോട് വന്ന് വർത്തമാനം പറയാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരാറുണ്ടോ? ഇല്ല. മണിക്കൂറുകൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഉറക്കം വരാറുണ്ടോ? ഇല്ല. പക്ഷേ നാമം ജപിക്കാൻ 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ഉറക്കം വരും. എന്തുകൊണ്ടാണത്? നാമം ജപിക്കുന്ന ആ ശരീരത്തിൽ അല്ലെങ്കിൽ നാമജപം കേൾക്കുന്ന ആ പ്രദേശത്ത് ദൈവം കടന്നു വരികയും, അതായത് ദൈവികത ഉണ്ടാവുകയും, എന്നാൽ നാമജപം ഇല്ലാത്ത പ്രദേശത്ത് മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവും പരദൂഷണവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് പിശാച് കടന്നു വരികയും ചെയ്യും. ദൈവമുള്ള പ്രദേശത്ത് പിശാചും, പിശാചുള്ള പ്രദേശത്ത് ദൈവവും കാണുകയില്ല. നമ്മൾ തന്നെ തീരുമാനിക്കുക നമ്മളിൽ പിശാചുണ്ടാകണമോ ദൈവം ഉണ്ടാകണമോ എന്നുള്ളത്. അതാദ്യം നമ്മൾ തന്നെ തീരുമാനിക്കണം. പിശാച് വളരെ പെട്ടെന്ന് കടന്നു വരും, നെഗറ്റീവ് എനർജി വളരെ പെട്ടെന്ന് കടന്നു വരും. പക്ഷേ ദൈവം അങ്ങനെ പെട്ടെന്ന് കടന്നു വരില്ല. പോസിറ്റീവ് എനർജി അങ്ങനെ പെട്ടെന്ന് കടന്നു വരില്ല. നിർഭാഗ്യം നമുക്ക് പെട്ടെന്നുണ്ടാകും, ദോഷം നമുക്ക് പെട്ടെന്നുണ്ടാകും, അല്ലേ? പക്ഷേ ഭാഗ്യമോ? അതങ്ങനെ പെട്ടെന്നുണ്ടാവുകയില്ല, വളരെ പാടാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ തീരുമാനിക്കുക നമുക്ക് ദോഷം വേണോ ഭാഗ്യം വേണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി നാമജപം നടത്തുക. ഉറക്കം വന്നാലും നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. ലളിതാ സഹസ്രനാമം നിരന്തരം ജപിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. ഈ ലളിതാ സഹസ്രനാമം നിരന്തരം ജപിക്കുവാൻ സാധിക്കാത്ത ആളുകൾ, ചിലർക്ക് 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഒന്നും ഇരുന്ന് ജപിക്കുവാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടാകാം. ശാരീരിക അസ്വസ്ഥത അല്ലെങ്കിൽ മടി, പ്രധാനമായിട്ടും മടിയാണ്. എത്ര ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും മടിയില്ലെങ്കിൽ അവർക്ക് ഇരുന്ന് ജപിക്കാവുന്നതാണ്. പക്ഷെ ഈ മടി, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകും, സമയക്കുറവ്, അങ്ങനെ ഈ ഒരു ആധുനിക ലോകത്തില് ജീവിതത്തില് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം, സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ആളുകൾ നിരന്തരം ഒരു കാര്യം ചെയ്യുക, ഈ ലളിതാ സഹസ്രനാമം മുഴുവൻ ജപിക്കുന്നതിന്റെ ഫലം ഈ ഒരൊറ്റ വാക്ക് ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇത് അത്ര ശ്രേഷ്ഠമായ ഒരു നാമമാണ്. നിങ്ങൾ നിരന്തരം ദുർഗേ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. ദുർഗേ 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 എന്ന് രാവിലെ 108 തവണ, ഉച്ചയ്ക്ക് 108 തവണ, സന്ധ്യയ്ക്ക് 108 തവണ, ഇതൊക്കെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം ദുർഗേ 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 എന്ന് ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം നിങ്ങൾ ജപിച്ചില്ലെങ്കിലും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം അമ്മ മഹാമായയുടെ നാമമാണത്. അതുകൊണ്ട് ദുർഗേ ദുർഗേ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നാരായണ നാരായണ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഈ 2 നാമങ്ങളും നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതായത് എപ്പോൾ ഏത് സമയത്തും എങ്ങനെ ഇരിക്കുന്ന സമയത്തും നിങ്ങൾ ഈ 2 നാമങ്ങളും ഇങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മന്ത്ര ജപം പോലെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം മാറി നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരികയും നിങ്ങളിൽ ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും, ഭാഗ്യം തെളിയും, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും, സമ്പത്തുണ്ടാകും, നിങ്ങളുടെ വീട്ടിലെ മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകും. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്കുണ്ടാകും. നിരന്തരം ഈ 2 നാമങ്ങളും ദുർഗേ ദുർഗേ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക, നാരായണ നാരായണ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. അതായത് സ്ഥിരമായി നമ്മൾ നാമജപം നടത്തുന്ന ആളുകളാണെങ്കിൽ പോലും ഈ 2 നാമങ്ങളും നിരന്തരം അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഒന്നുകിൽ രാവിലെ നാരായണ നാരായണ എന്ന് ജപിക്കുക, ഉച്ചയ്ക്ക് ദുർഗേ ദുർഗേ എന്ന് ജപിക്കുക, സന്ധ്യാസമയത്തും ദുർഗേ ദുർഗേ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അതായത് സന്ധ്യാസമയത്ത് ദുർഗാദേവിയുടെ നാമം ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അതിരാവിലെ നാരായണ ഭഗവാന്റെ നാമം ജപിക്കുന്നതും അങ്ങേയറ്റം ഉത്തമമാണ്. അപ്പൊ ഈ 2 നാമങ്ങളും നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു 21 ദിവസം ഇങ്ങനെ ജപിച്ചു കഴിയുമ്പോൾ തന്നെ പ്രകടമായ മാറ്റം നമുക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തന്നെ ബോധ്യപ്പെടും. പിന്നീട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശീലമായി മാറും. അങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക, ദുർഗേ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക, നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക.
ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും ഈ 2 നാമങ്ങളും നിരന്തരം ജപിക്കാനായിട്ട് ശീലിക്കുക. രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഭഗവതിയെയും ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. നാമം ജപിക്കുക, ഭഗവാനെ സ്നേഹിക്കുക. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.